നമസ്കാരം. ഒരു ഇടയബാലനെ ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുത്ത വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു സംഭവകഥ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ശൗൽ രാജാവാണ്. ശൗൽ രാജാവ് ദൈവകൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ ശൗലിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവം ശമൂവേൽ പ്രവാചകനോട് കൽപ്പിച്ചു. യഹോവ ശമൂവേൽ പ്രവാചകനോട് കൽപ്പിച്ചു, ശൗലിനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് നീ എത്ര നാൾ കഴിയും? ഇസ്രായേലിൻ്റെ രാജാവായി അയാൾ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ശൗലിൻ്റെ സ്ഥാനത്ത് രാജാവാകുവാൻ ബേത്ലഹേമിലെ ശീശായുടെ മക്കളിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. കുറച്ച് ഒലിവെണ്ണയും കൊണ്ട് അങ്ങോട്ട് പോയി അയാളെ രാജാവായി അഭിഷേകം ചെയ്യുക. ഞാൻ എങ്ങനെ അത് ചെയ്യും? ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു. ശൗൽ അതിനെക്കുറിച്ച് കേട്ടാൽ എന്നെ കൊന്നുകളയും. അതിന് യഹോവ മറുപടിയായി, നീ ഒരു കാളക്കുട്ടിയെയും കൂടെ കൊണ്ടുപോകുക. നീ യഹോവയ്ക്കൊരു യാഗം കഴിക്കാൻ വന്നതാണെന്ന് എല്ലാവരും അറിയും. ആ യാഗത്തിലേക്ക് ശീശായിയെയും ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് ഞാൻ അവിടെ വെച്ച് കാണിച്ചു തരാം. രാജാവായി നീ അഭിഷേകം ചെയ്യേണ്ട ആളിനെയും കാണിച്ചു തരാം എന്ന് യഹോവ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ പ്രവാചകൻ ബേത്ലഹേമിലേക്ക് പോയി. ദൈവത്തിൻ്റെ പ്രവാചകൻ തങ്ങളുടെ പട്ടണത്തിൽ വന്നത് നിമിത്തം അവിടുത്തെ നേതാക്കന്മാർക്കൊക്കെ ഭയമായി. ഈ സന്ദർശനത്തിൻ്റെ അർത്ഥമെന്താണ്? ഇത് സമാധാനത്തിനാണോ അതോ യുദ്ധത്തിനായിട്ടാണോ? അവർ അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ സമാധാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ മറുപടി പറഞ്ഞു. ഇവിടെ വെച്ച് യഹോവയ്ക്കൊരു യാഗം അർപ്പിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. യാഗത്തിൽ സംബന്ധിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. അദ്ദേഹം ശീശായിയെയും മക്കളെയും ആ യാഗത്തിനായി പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അവരെല്ലാം എത്തിച്ചേർന്നു. ശീശായിയുടെ മകൻ ഏലിയാവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവനായിരിക്കും രാജാവാകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്ന് ശമൂവേൽ പ്രവാചകൻ ചിന്തിച്ചു. എന്നാൽ ദൈവം ശമൂവേലിനോട്, അയാൾ എത്ര ഉയരമുള്ളവനാണെന്നോ സൗന്ദര്യമുള്ളയാളാണെന്നോ നോക്കേണ്ട. അയാളെ എനിക്ക് വേണ്ട. ഞാൻ ചിന്തിക്കുന്നത് മനുഷ്യനെ പോലെയല്ല. മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു, ഞാൻ ഹൃദയം കാണുന്നു എന്ന് യഹോവ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു. അപ്പോൾ ശീശായിയുടെ മകനായ അബീനാദാബിനെ അകത്തേക്ക് വിളിച്ചു. എന്നാൽ ശമൂവേൽ, ദൈവം ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശീശായി ശമ്മയെ കൊണ്ടുവന്നു. ഇല്ല, കർത്താവ് ഇയാളെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ശമൂവേൽ പറഞ്ഞു. ഉടനെ ശീശായി തൻ്റെ മക്കളിൽ 7 പേരെയും കൊണ്ടുവന്നു. ഇവരിൽ ആരെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ശമൂവേൽ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഇനിയും മക്കളുണ്ടോ? ശീശായി അപ്പോൾ പറഞ്ഞു, ഏറ്റവും ഇളയവൻ കൂടിയേ ഇനിയുള്ളൂ. പക്ഷേ അവൻ ആടുകളെ തീറ്റുവാൻ പുറത്തു പോയിരിക്കുകയാണ്. അവനെ വരുത്തുക. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു. അവൻ വരാതെ നാം യാഗം അർപ്പിക്കുകയില്ല. അപ്പോൾ ദാവീദിനെ വിളിക്കുവാൻ ആളയച്ചു. ദാവീദ് ആരോഗ്യവാനും സുന്ദരനുമായ ഒരു യുവാവായിരുന്നു. യഹോവ ശമൂവേലോട്, ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് കൽപ്പിച്ചു. ശമൂവേൽ അല്പം ഒലിവെണ്ണയെടുത്ത് ദാവീദിൻ്റെ തലയിൽ ഒഴിച്ചു. അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവനെ അനുഗ്രഹിച്ചു. ഉടനെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവനോടുകൂടെ വസിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം ശമൂവേൽ രാമയിലേക്ക് തിരികെ പോയി. ശൗലും ഇസ്രായേൽ സൈന്യവും ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാനായി തയ്യാറെടുത്തു. ഫെലിസ്ത്യ സൈന്യം ഒരു കുന്നിന്മേലും ഇസ്രായേൽ സൈന്യം എതിർവശത്തുള്ള കുന്നിന്മേലുമായിരുന്നു. 2 കൂട്ടരുടെയും ഇടയിൽ ഒരു താഴ്വരയുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേല്യരെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോല്യാത്ത് എന്ന ഒരു വലിയ മനുഷ്യൻ മുൻപോട്ട് വന്നു. അയാൾ ഏകദേശം 3 മീറ്റർ ഉയരമുള്ളയാളായിരുന്നു. ഓടുകൊണ്ടുള്ള ഭാരമേറിയ കവചങ്ങളും ശിരസ്ത്രങ്ങളും അയാൾ ധരിച്ചിരുന്നു. അയാളുടെ കാലുകളും ഓടുകൊണ്ടുള്ള കവചങ്ങളാൽ പൊതിഞ്ഞിരുന്നു. കയ്യിൽ ഓടുകൊണ്ടുള്ള ഒരു കുന്തവും ഉണ്ടായിരുന്നു. ആ കുന്തം വളരെ തടിച്ചതായിരുന്നു. അതിൻ്റെ അറ്റത്ത് ഇരുമ്പിൻ്റെ മൂർച്ചയുള്ള ഒരു മുനയുണ്ടായിരുന്നു. ഗോല്യാത്ത് അവിടെ നിന്ന് ഇസ്രായേല്യരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ശൗലിൻ്റെ അടിമകളെ, നിങ്ങളിവിടെ എന്തു ചെയ്യുകയാണ്? എന്നോട് യുദ്ധം ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. അവൻ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടിമകളായിക്കൊള്ളാം. ഞാൻ ജയിച്ച അയാളെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടിമകളാകണം. എന്നോട് യുദ്ധം ചെയ്യാൻ ചുണയുള്ളവൻ മുന്നോട്ട് വരിക. ഈ വാക്കുകേട്ട് ശൗൽ രാജാവും എൻ്റെ ആളുകളും ഭയന്നുപോയി. ദാവീദിൻ്റെ മൂത്ത 3 സഹോദരന്മാരും രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യത്തിലുണ്ടായിരുന്നു. ഗോല്യാത്ത് 40 ദിവസം കാലത്തും വൈകിട്ടും ഇസ്രായേല്യരെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ശീശായി ദാവീദിനെ വിളിച്ചു പറഞ്ഞു, മകനെ, സൈന്യത്തിലുള്ള നിൻ്റെ ജ്യേഷ്ഠന്മാർ എങ്ങനെയുണ്ടെന്ന് പോയി അറിഞ്ഞു വരിക.
ഈ അപ്പവും വറുത്ത ധാന്യവും കൊണ്ട് അവർക്ക് കൊടുക്കുക. പാൽക്കട്ടികൾ സൈന്യത്തിനും അവരുടെ തലവനും കൊടുക്കുക. ദാവീദ് പിറ്റേ ദിവസം കാലത്തെ തന്നെ എഴുന്നേറ്റ് ആടിനെ നോക്കുവാൻ മറ്റൊരാളെ ഏർപ്പെടുത്തി. അപ്പൻ കൊടുത്ത ആഹാര സാധനങ്ങളും എടുത്തുകൊണ്ട് ദാവീദ് തൻ്റെ സഹോദരന്മാരെ കാണാനായിപ്പോയി. അവൻ യുദ്ധസ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിന്നുള്ള ആരവമാണ് കേട്ടത്. ഫെലിസ്ത സൈന്യവും ഇസ്രായേൽ സൈന്യവും അഭിമുഖമായി നിന്ന് യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങുകയാണ്. ദാവീദ് താൻ കൊണ്ടുവന്ന ആഹാര സാധനങ്ങളെല്ലാം ഒരു സൈനിക മേധാവിയുടെ അടുത്ത് വെച്ചിട്ട് യുദ്ധമുന്നണിയിലേക്ക് ഓടി. അവൻ്റെ സഹോദരന്മാരെ കണ്ടുപിടിച്ച് അവരോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് ഗോല്യാത്ത് എന്ന മല്ലൻ മുന്നോട്ട് വന്ന് പിന്നെയും ഇസ്രായേല്യരെ വെല്ലുവിളിക്കുന്നത്. ഇസ്രായേല്യർ ഗോല്യാത്തിനെ കണ്ടപ്പോൾ ഭയപ്പെട്ട് ഓടിപ്പോയി കളഞ്ഞു. അവനെ കണ്ടോ, എന്തൊരു ഭയങ്കരൻ, അവർ പരസ്പരം പറഞ്ഞു. അവൻ വെല്ലുവിളിക്കുന്നത് കേട്ടോ, അവനെ കൊല്ലുന്നവന് വലിയൊരു സമ്മാനം നൽകാമെന്ന് ശൗൽ രാജാവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. രാജാവിൻ്റെ മകളെയും വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. അയാളുടെ കുടുംബാംഗങ്ങളെ പോലും കരം കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ദാവീദ് അവനെ കണ്ടപ്പോൾ അടുത്തു നിന്ന് ആളിനോട് ചോദിച്ചു, ഈ മല്ലനെ കൊല്ലുന്നവൻ എന്ത് കിട്ടും? അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെയല്ലോ വെല്ലുവിളിക്കുന്നത്. ദാവീദ് ഇങ്ങനെ ചോദിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠനായ ഏലിയാബ് കേട്ടു. അയാൾക്ക് ദാവീദിനോട് വലിയ കോപമുണ്ടായി. നിനക്കിവിടെ എന്ത് കാര്യം? ആ ആടുകളെ ആരാണ് നോക്കുന്നത്? നീ യുദ്ധം കാണാൻ വന്നതാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാനൊരു ചോദ്യം ചോദിക്കുന്ന പോലും തെറ്റാണോ? ദാവീദ് ചേട്ടനോട് പറഞ്ഞു. ചില പട്ടാളക്കാർ ചേർന്ന് ശൗൽ രാജാവിനോട് ദാവീദിനെക്കുറിച്ച് പറഞ്ഞു. രാജാവ് ദാവീദിനെ വിളിപ്പിച്ചു. ദാവീദ് ശൗലിനോട്, തിരുമനസ്സ്, ഈ ഫെലിസ്തനെ ആരും ഭയപ്പെടേണ്ട, ഞാൻ പോയി അവനോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. ശൗൽ രാജാവിനോട്, വേണ്ട, നീ പോകേണ്ട, നീ ഒരു ബാലനല്ലോ, അയാൾ ദീർഘനാളുകളായി യോദ്ധാവായിരുന്നവനാണ് എന്ന് പറഞ്ഞു. തിരുമനസ്സേ, ദാവീദ് പറഞ്ഞു, ഞാൻ അപ്പൻ്റെ ആടുകളെ മേയിക്കുന്നവനാണ്. ഒരു സിംഹമോ കരടിയോ ഒരാട്ടിൻകൂട്ടിയെ പിടിച്ചാൽ ഞാൻ അതിൻ്റെ പിറകെ ഓടും. ഞാൻ തന്നെ അതിനെ രക്ഷിക്കും. സിംഹമോ കരടിയോ എൻ്റെ നേരെ തിരിഞ്ഞാൽ അതിൻ്റെ കഴുത്തിൽ പിടിച്ച് അടിച്ചു കൊല്ലും. ആ കാട്ടുമൃഗങ്ങളെ ചെയ്യുന്നത് പോലെ ഗോല്യാത്തിനെയും ചെയ്യും. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെയാണ് നിന്ദിക്കുന്നത്. സിംഹത്തിൻ്റെയും കരടിയുടെയും ഒക്കെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഇവൻ്റെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. ശരിയാകട്ടെ, ദൈവം നിന്നോടുകൂടെ ഇരിക്കട്ടെ, ശൗൽ രാജാവ് പറഞ്ഞു. എന്നിട്ട് ദാവീദ് തൻ്റെ ആയുധങ്ങളും യുദ്ധവസ്ത്രങ്ങളും കൊടുത്തു. തലയിൽ ഓടുകൊണ്ടുള്ള ഒരു ശിരസ്ത്രം ധരിപ്പിച്ചു. ശരീരത്തിൽ കവചവും നൽകി. ഇവയെല്ലാം ധരിച്ചുകൊണ്ടവൻ നടന്നു നോക്കി. പക്ഷേ നടക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കൊണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റില്ല, ദാവീദ് ശൗൽ രാജാവിനോട് പറഞ്ഞു. എനിക്കിതൊന്നും പരിചയമില്ല എന്ന് പറഞ്ഞ് ദാവീദ് അവയെല്ലാം ഊരിവെച്ചു. ആട്ടിടയൻ്റെ ജോലിക്ക് താൻ ഉപയോഗിക്കുന്ന വടിയെടുത്തു. അടുത്തുള്ള അരുവിയിൽ നിന്ന് 5 മിനുസമുള്ള കല്ലുകൾ പെറുക്കി തൻ്റെ സഞ്ചിയിലിട്ടു. തൻ്റെ കവണിയും കരുതിയിരുന്നു. അങ്ങനെ ഗോല്യാത്തിൻ്റെ നേരെ ചെന്നു. ഗോല്യാത്ത് ദാവീദിൻ്റെ നേരെ നടന്നെടുത്തു. അയാളുടെ പരിച ചുമക്കുന്നവൻ മുൻപോട്ട് നടക്കുന്നുണ്ട്. അടുത്തു വന്നപ്പോഴാണ് ദാവീദ് ഒരു ബാലനാണെന്ന് ഗോല്യാത്ത് കണ്ടത്. അയാൾ ദാവീദിനോട്, എന്തിനാടോ ആ വടി? ഞാനെന്താ ഒരു നായാണോ എന്നെല്ലാം പറഞ്ഞിട്ട് അവരുടെ ദൈവത്തിൻ്റെ പേര് ദാവീദിനെ വളരെ ശപിച്ചു. വാടാ മോനെ, ഞാൻ നിൻ്റെ ശരീരം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പറഞ്ഞു, നീ വാളും കുന്തവും ശൂലവും എല്ലാം കൊണ്ട് എൻ്റെ നേരെ വരുന്നു. എന്നാൽ നീ പരിഹസിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നു. ഇന്നു തന്നെ ദൈവം നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെ തോൽപ്പിച്ച് നിൻ്റെ തല വെട്ടിയെടുക്കും. നിൻ്റെ പട്ടാളക്കാരുടെ ശരീരങ്ങൾ ഞാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും തീറ്റയാക്കും. ഇസ്രായേലിനൊരു ദൈവമുണ്ടെന്നും അപ്പോൾ തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് വാളിൻ്റെയും കുന്തത്തിൻ്റെയും ആവശ്യമില്ലെന്നും അപ്പോൾ എല്ലാവരും അറിയും. യുദ്ധമെല്ലാം താൻ വിജയിക്കുന്നു. നിൻ്റെ സൈന്യത്തെ അവൻ ഞങ്ങൾക്ക് വേണ്ടി തോൽപ്പിക്കും. ഗോല്യാത്ത് ദാവീദിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. ദാവീദ് അയാളുടെ അടുത്തേക്ക് വളരെ വേഗം ഓടിച്ചെന്നു. തൻ്റെ സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്ത് ഉന്നം നോക്കി ചുഴറ്റിയെറിഞ്ഞു. ആ കല്ല് ഗോല്യാത്തിൻ്റെ നെറ്റിയിൽ ചെന്നുകൊണ്ടു. അവൻ്റെ തലയോട് പൊട്ടി. ഗോല്യാത്ത് മുഖമടച്ച് നിലത്ത് കവിണ്ണു വീണു. അങ്ങനെ ഒരു കവണിയും കല്ലും മാത്രം ഉപയോഗിച്ച് ദാവീദ് ഗോല്യാത്തിനെ തോൽപ്പിച്ച് കൊന്നു. വീണുകിടക്കുന്ന ഗോല്യാത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ദാവീദ് അവൻ്റെ മേൽ കയറി നിന്നു. ഗോല്യാത്തിൻ്റെ തന്നെ വാൾ ഊരിയെടുത്ത് അവൻ്റെ തല വെട്ടിയെടുത്തു. തങ്ങളുടെ വീരനായ നേതാവ് മരിച്ചുവെന്ന് കണ്ടപ്പോൾ ഫെലിസ്തർ ഓടാൻ തുടങ്ങി. ഇസ്രായേൽ സൈന്യം അവരുടെ പിറകെ ഓടി. ഉറക്കെ ആർത്തു വിളിച്ചുകൊണ്ട് അവരെ തുരത്തി. തെരുവിലുടനീളം മുറിവേറ്റ ഫെലിസ്തർ വീണുകിടന്നിരുന്നു. ഇസ്രായേല്യർ ഫെലിസ്തരുടെ പാളയം കൊള്ളയടിച്ചു. ദാവീദ് ഗോല്യാത്തിൻ്റെ തല
യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ഗോല്യാത്തിൻ്റെ ആയുധങ്ങളും ദാവീദ് സ്വന്തം കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഗോല്യാത്തിനെ വധിച്ചതിന് ശേഷം തിരികെ പാളയത്തിലെത്തിയപ്പോൾ സൈന്യത്തലവനായ അബ്നേർ ദാവീദിനെ ശൗൽ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ദാവീദിൻ്റെ കയ്യിൽ അപ്പോഴും ഗോല്യാത്തിൻ്റെ തലയുണ്ടായിരുന്നു. ശൗൽ ദാവീദിനോട്, യുവാവേ, നീ ആരുടെ മകനാണ് എന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേംകാരനായ അങ്ങയുടെ ദാസൻ ശീശായുടെ മകനാണ്, ദാവീദ് മറുപടി പറഞ്ഞു. ശൗലിൻ്റെ മകൻ്റെ പേര് യോനാഥാൻ എന്നായിരുന്നു. അവന് ദാവീദിനെ വലിയ ഇഷ്ടമായി. എക്കാലത്തും കൂട്ടുകാരനായിരിക്കാമെന്ന് അവർ അന്യോന്യം വാക്കുകൊടുത്തു. യോനാഥാൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും ദാവീദിന് കൊടുത്തു. അവൻ്റെ കവചവും വാളും വില്ലും അരപ്പട്ടയുമെല്ലാം ദാവീദിന് കൊടുത്തു. ശൗൽ അന്നു മുതൽ ദാവീദിനെ തൻ്റെ കൂടെ താമസിപ്പിച്ചു. തിരികെ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകാൻ വിട്ടില്ല. ശൗൽ അവനെ അയച്ച എല്ലാ യുദ്ധങ്ങളും ദാവീദ് വിജയിച്ചു. അതുകൊണ്ട് ശൗൽ അവനെ തൻ്റെ സൈന്യത്തിലെ ഒരു തലവനായി നിയമിച്ചു. ശൗലിൻ്റെ മറ്റു പടത്തലവന്മാർക്കും ജനങ്ങൾക്കും ഇത് ഇഷ്ടമായി. ഇത് ശൗലിൻ്റെ കാലത്ത് ഗോല്യാത്ത് എന്ന ഒരു ഫെലിസ്ത്യ വീരനെ ശൗൽ കൊന്ന ആ ബൈബിൾ സംഭവ കഥയാണ് ഇത്. ഇത്രമാത്രം. നന്ദി, നമസ്കാരം.